ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാവട്ടെ. ബൈബിൾ റീഡിംഗ് പ്രോഗ്രാമിൽ സംബന്ധിക്കുന്ന ഏവർക്കും കർത്തൃനാമത്തിൽ സ്നേഹവന്ദനം. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായം നമ്മളിന്ന് വായിക്കുന്നു. 16-ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു, അബ്രഹാം തൻ്റെ ഭാര്യയായ സാറയുടെ നിർബന്ധപ്രകാരം തൻ്റെ ദാസിയായിരുന്ന ഹാഗാറിൽ നിന്ന് ഇസ്മായേലിന് ജന്മം നൽകുന്നു. ആ ഇസ്മായേലിന് ജന്മം നൽകുമ്പോൾ അബ്രഹാമിൻ്റെ വയസ്സ് 86 വയസ്സായിരുന്നു. ഇനി 17-ാം അധ്യായം ആരംഭിക്കുന്നത് അബ്രഹാമിന് 99 വയസ്സായപ്പോൾ കർത്താവ് അബ്രഹാമിന് പ്രത്യക്ഷപ്പെടുന്നതായിട്ടാണ്. അപ്പോൾ കഴിഞ്ഞ 13 വർഷമായി ദൈവം ഒരു അറിയിപ്പും അബ്രഹാമിന് നൽകിയിരുന്നില്ല. കാരണം തൻ്റെ വാഗ്ദത്തം താൻ നൽകിയിരിക്കെ അതിനുവേണ്ടി കാത്തിരിക്കാതെ തൻ്റെ ഭാര്യയായ സാറയുടെ ഉപദേശപ്രകാരമാണല്ലോ ഇസ്മായിലിന് ജന്മം നൽകേണ്ടി വന്നത്. എന്നാൽ ദൈവത്താൽ വിളിക്കപ്പെട്ടവനും തിരഞ്ഞെടുക്കപ്പെട്ടവരെയും ദൈവം മനുഷ്യ ബലഹീനതയാലോ സാഹചര്യ സമ്മർദ്ദങ്ങളാലോ ഉണ്ടാകുന്ന ചില തെറ്റുകൾ മുഖാന്തരം പൂർണ്ണമായി തള്ളുകയില്ല. അബ്രഹാമിനെ ദൈവം വിളിച്ചതിന് ദൈവത്തിന് ഉദ്ദേശമുണ്ട്. അത് അവനിലൂടെ തന്നെ ദൈവം ഇത് നിവർത്തിക്കും. എന്നാൽ ദൈവത്തിൽ നിന്ന് ആലോചന ചോദിക്കാതെ പല കാര്യങ്ങളും ചെയ്യുമ്പോൾ കുറേ കാലത്തേക്ക് ദൈവം പോലും ഇവിടെ മൗനമായിരിക്കുന്ന ഒരു സാഹചര്യം നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്തായിരുന്നാലും 13 വർഷങ്ങൾക്ക് ശേഷം ദൈവം ഇവിടെ ഇടപെടുകയാണ്. അബ്രഹാമിനോട് പറയുന്നു, സർവശക്തനായ ദൈവമാണ് ഞാൻ, നീ എൻ്റെ മുമ്പിൽ നീ വ്യാപരിക്കുക, നീ കുറ്റമറ്റവനായി നീ പ്രവർത്തിക്കണം. കുറവുകളും ബലഹീനതകളിൽ നിന്നുമൊക്കെ ഓരോ പാഠത്തെ നീ ഉൾക്കൊള്ളണം, കാര്യങ്ങൾ നീ ഗ്രഹിക്കണം. അതുകൊണ്ട് ഇനിയും കുറ്റമറ്റവനായി ജീവിക്കുവാൻ നീ ശ്രമിക്കുക എന്നുള്ളതാണ്. എന്നിട്ട് പറഞ്ഞു, ഞാൻ നിനക്ക് നിന്നിൽ നിന്ന് ഞാൻ സന്തതികളെ ഞാൻ നിനക്ക് നൽകും. ഇത് അബ്രഹാമിനെ സംബന്ധിച്ചിടത്തോളം മാനുഷികമായ ചിന്തയിൽ വിശ്വസിക്കുവാൻ സാധ്യത ഇല്ല. കാരണം തനിക്ക് ഇപ്പോൾ 99 വയസ്സായി, തൻ്റെ ഭാര്യ സാറായിക്കും വാർദ്ധക്യത്തിലായി. വാസ്തവത്തിൽ അവർ ജഡസംബന്ധമായ ഒരു പരിധിവരെ അവർ മരിച്ചവരാണ്. റോമർ 4:19 പൗലോസ്ലീഹ പറയുന്നു, അവർ രണ്ടുപേരും വാർദ്ധക്യത്തിലായിരുന്നു എന്ന് പറഞ്ഞാൽ ശാരീരികമായി ഒരു മരണാവസ്ഥയുടെ അവസ്ഥയിലേക്ക് അവരെത്തിയവരാണ്. എന്ന് പറഞ്ഞാൽ സാറയുടെ ഗർഭപാത്രമൊക്കെ നിർജീവമായ ഒരു സാഹചര്യം. എന്നാൽ അവർ വിശ്വസിക്കുമ്പോൾ അത് വീണ്ടും അവരെ ദൈവം അനുഗ്രഹിക്കുകയും പ്രവർത്തന നിരതരാകുവാനുള്ള ശക്തി ദൈവം അവർക്ക് നൽകുകയും ചെയ്യുകയാണ്. ഇന്ന് ഈ ഭൂമിയിൽ ഏറ്റവും കൂടുതൽ മക്കളുള്ളത് അബ്രഹാമിനാണെന്ന് നമുക്കറിയാം. ഇസ്മായേലിൻ്റെയും യാക്കോബിൻ്റെയും മക്കളായി നമ്മൾ ഈ ഭൂമിയിലുള്ളവരെ കണക്കാക്കുമ്പോൾ എത്രയോ വലിയ ജനസമൂഹമാണ് ദൈവവാഗ്ദത്തപ്രകാരം അബ്രഹാമിൽ നിന്ന് ഈ ഭൂമിയിൽ ഇന്ന് ജനിക്കുവാൻ കാരണമായിട്ട് തീർന്നിട്ടുള്ളത്. കുട്ടി ജനിക്കുന്നതിന് മുൻപ് തന്നെ അവന് ജനതകളുടെ പിതാവ് ആകുമെന്നുള്ള ഒരു വാഗ്ദത്തം ദൈവം അബ്രഹാമിലൂടെ നൽകുകയാണ്. അവൻ്റെ പേര് മാറ്റുന്നു, നീ ഇനി അബ്രഹാമല്ല അബ്രാഹാം എന്ന് വിളിക്കപ്പെടും. ശ്രേഷ്ഠനായ പിതാവ്, ഉന്നതനായ പിതാവ് എന്നതിൽ നിന്ന് ജനതകളുടെ പിതാവ് എന്നുള്ള വലിയ ഒരു നാമം അബ്രഹാമിന് ലഭിക്കുവാൻ തക്കവണ്ണം ദൈവം അബ്രഹാമിനെ ഇവിടെ അനുഗ്രഹിക്കുന്നു. ഇനി അവന് അറിയപ്പെടുന്നത് അബ്രാഹാം എന്ന പേരിലാണ്. എന്നിട്ട് പറഞ്ഞു, നീ ഇപ്പോൾ പരദേശിയായി പാർക്കുന്ന ഈ കനാൻ ദേശം മുഴുവനും നിനക്ക് ശേഷം നിന്റെ സന്തതികൾക്ക് ഞാൻ അവകാശമായിട്ട് ഞാൻ നൽകും.
അതുകൊണ്ട് അതിനുശേഷം ദൈവം അബ്രാമുമായി ഒരു ഉടമ്പടി ചെയ്യുന്നുണ്ട്. പ്രധാനമായി നമുക്ക് 3 ഉടമ്പടികൾ കാണാൻ പറ്റുന്നുണ്ട്. ഒന്ന്, ജലപ്രളയത്തിന് ശേഷം കൊടുത്തതായ മഴവില്ലാണ്. അത് സകല ജനതകൾക്കും കൊടുത്ത ഒരു അടയാളമാണ്. ഈ പരിച്ഛേദന അബ്രാമിലൂടെ ഇസ്രായേൽ ജനത്തിനു വേണ്ടി ദൈവം ഇത് നൽകുന്നു. അതിനുശേഷം പുറപ്പാട് പുസ്തകത്തിൽ വരുമ്പോൾ മോശ മുഖാന്തരം സീനായി ഉടമ്പടി അഥവാ 10 കൽപ്പനകൾ ഇസ്രായേലിന് നൽകുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഉടമ്പടി എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്. മനുഷ്യൻ നിശബ്ദമായി അത് സ്വീകരിക്കുകയാണ്. ഇവിടെ ഉടമ്പടിയുടെ അടയാളമായി പരിച്ഛേദനയാണ് ദൈവം അവർക്ക് നൽകുന്നത്. അതിൻ്റെ അടയാളമായി നിങ്ങളുടെ ശരീരത്തിൽ ആ അടയാളം നിങ്ങൾ സ്വീകരിക്കണം. യഹോവയും ഇസ്രായേലുമായുള്ള ഉഭയസമ്മതത്തിൻ്റെ ഉടമ്പടിയുടെ അടയാളമാണ് പരിച്ഛേദന. ഈ പരിച്ഛേദന അവർ വിശ്വാസ പ്രമാണം പോലെ അവർ പിന്നീട് പാലിച്ചു വന്നു. ഇവിടെ പരിച്ഛേദന എന്ന് പറയുന്നത് നിയമത്തിൻ്റെ ഒരു വ്യവസ്ഥയായിട്ടല്ല, നിയമത്തിൻ്റെ ഫലമാണ്. അത് അടയാളമാണ്. നിയമത്തിൻ്റെ കീഴിലാക്കുന്നത് പരിച്ഛേദനയല്ല, അത് കീഴിലാക്കിയതിൻ്റെ അടയാളമായി സ്വീകരിക്കേണ്ടതാണ്. ഇതുപോലെയാണ് പുതിയ നിയമത്തിൽ സ്നാനവും. സ്നാനം രക്ഷയ്ക്കൊരു മുഖാന്തരമല്ല, രക്ഷയുടെ അടയാളം മാത്രമാണ്. സ്നാനത്തിലൂടെ നമ്മൾ പിന്നെ ആ ക്രിസ്തുവിൽ വളരുന്ന അനുഭവം നമ്മിലുണ്ടാകണം. എന്നാൽ നമ്മളിൽ നിന്ന് വരുന്ന സത്കർമ്മങ്ങൾ എന്ന് പറയുന്നത് അത് രക്ഷയുടെ ഫലമായിട്ട് പിന്നീട് നമ്മിൽ നിന്ന് ഉണ്ടാവേണ്ടതുമാണ്. എന്ന് പറഞ്ഞാൽ ഞാൻ എൻ്റെ അപ്പൻ്റെ മകനായത് എൻ്റെ പ്രവൃത്തി കൊണ്ടല്ല, ഞാൻ പിതാവിൻ്റെ മകനായതുകൊണ്ടാണ് ഞാൻ നന്മപ്രവർത്തികൾ ചെയ്യുന്നത്. ഇവിടെ ദൈവം അബ്രാഹാമിനോട് പറയുന്നത്, നിന്റെ ഭവനത്തിലുള്ള ദാസന്മാരും നീ വിലയ്ക്ക് വാങ്ങുന്നവരും അതിലൊക്കെയും പുരുഷപ്രജ ഈ പരിച്ഛേദന ഏൽക്കണം. അവരെല്ലാവരും നിന്റെ ഭവനത്തിൽ പാർക്കുന്ന എല്ലാവരും നിന്റെ വിശ്വാസത്തിൻ്റെ ഭാഗമായിരിക്കുക എന്നുള്ളതായിരിക്കാം ഇവിടെ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് യഹോവയായ ദൈവം പറഞ്ഞു, നിന്റെ ഭാര്യ സാറായി ഇനി സാറ എന്ന പേരിലാണ് അവൾ അറിയപ്പെടേണ്ടത്. അവൾ ജനതകളുടെ മാതാവാകും. നീ ജനതകളുടെ പിതാവാകുന്നത് പോലെ സാറായി ഇനി സാറ എന്നതിന് രാജകന്യക എന്നും അർത്ഥമുണ്ട്. അവളിൽ നിന്ന് ജനതകളുടെ രാജാക്കന്മാർ ഇനി ഉത്ഭവിക്കും. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോൾ അബ്രാഹാം കമിഴ്ന്നു വീണ് അദ്ദേഹം മനസ്സുകൊണ്ട് വിളിച്ചിരിക്കുന്നുണ്ട്, ഇതെങ്ങനെയാണ് സാധിക്കുക? ഇനിയും ഞങ്ങൾക്കിത് സാധ്യമാണോ? എങ്കിലും ദൈവത്തിനൊന്നും അസാധ്യമല്ല എന്നുള്ള ആ ഒരു കാര്യത്തിൽ അബ്രഹാം വീണ്ടും അത് വിശ്വസിക്കുകയും അതനുസരിച്ച് അവരിലൂടെ ഇസ്ഹാക്ക് ജനിക്കുവാൻ കാരണമായിട്ട് തീരുകയും ചെയ്യുന്നത് നമ്മൾ ഇവിടെ കാണുന്നുണ്ട്. എന്നിട്ട് ദൈവം പറഞ്ഞു, ആയതുപോലെ തന്നെ. അപ്പം അബ്രഹാം യഹോവയോട് പറയുന്നത്, ദൈവമേ, ഇനി എന്നിലൂടെ കുഞ്ഞ് എനിക്ക് അസാധ്യം ആണെന്ന് അബ്രഹാം മനസ്സിൽ വിചാരിക്കുന്നു. അതുകൊണ്ട് കാര്യം ചെയ്യും, എനിക്ക് ഇപ്പോഴുള്ള മകനുണ്ടല്ലോ ഇസ്മായേൽ, അവൻ നിന്റെ സന്നിധിയിൽ ജീവിച്ചിരിക്കുവാൻ നീ അനുവദിച്ചാൽ മതി. ഇപ്പോൾ യഹോവയായ ദൈവം പറഞ്ഞു, അവനെയും ഞാനൊരു വലിയ ജാതിയാക്കും, അവൻ്റെ സന്തതികളെ ഞാൻ വർദ്ധിപ്പിക്കും, ആ അനുഗ്രഹം അവന് കൊടുക്കുന്നു. എന്നാൽ അവനൊരിക്കലും വാഗ്ദത്ത സന്തതിയായിരിക്കുമായി ഇല്ല. ഉടമ്പടി സ്ഥാപിക്കുന്നത് അബ്രാഹാമോടും അദ്ദേഹത്തിൻ്റെ തലമുറകളോടാണ്, ഇസ്ഹാക്കിനോടും. അവർക്കാണ് ദൈവം ഈ ഉടമ്പടിയുടെ നൽവരം നൽകുന്നത് എന്ന കാര്യം പ്രത്യേകമായി നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട്. അന്ന് തന്നെ യഹോവയുടെ ഈ കൽപ്പന ഉണ്ടായ ദിവസം തന്നെ അബ്രഹാം അന്ന് പരിച്ഛേദന ഏറ്റു. അബ്രഹാമിന് പരിച്ഛേദന ഏൽക്കുമ്പോൾ 99 വയസ്സും ഇസ്മായേലിന് 13 വയസ്സും പ്രായമായിരുന്നു. അബ്രഹാം 99 വയസ്സുള്ളവനായും ഇസ്മായേൽ 13 വയസ്സുള്ളവനായും പരിച്ഛേദന ഏറ്റു.
അതിനുശേഷം യഹോവയായ ദൈവം അവരോട് പറഞ്ഞത്, ഇനി പരിച്ഛേദന ഏറ്റവനിൽ നിന്ന് ജനിക്കുന്ന ആൺകുട്ടികൾക്ക് 8-ാം ദിവസം പരിച്ഛേദന നൽകണം. കാരണം പരിച്ഛേദന ഏറ്റവന്റെ മക്കളാണത്. അവർക്കിനിയും ഈ 99 വയസ്സോ 13 വയസ്സോ ഒന്നും ആവേണ്ട കാര്യമില്ല. കാരണം ഈ നിയമം കൊടുക്കുമ്പോൾ അബ്രഹാമിന് 99 വയസ്സുണ്ടായിരുന്നു, ഇസ്മായിലിന് 13 വയസ്സായിരുന്നു. അതുകൊണ്ടാണ് ആ പ്രായത്തിൽ അവർ പരിച്ഛേദനയേറ്റത്. ഇനി പരിച്ഛേദന ഏറ്റവന്റെ മക്കൾക്ക് പ്രായമാവേണ്ട കാര്യമില്ല. 8-ാം ദിവസം തന്നെ പരിച്ഛേദന നൽകണം. കാരണം പരിച്ഛേദന എന്ന നിയമം സ്വീകരിച്ചവന്റെ ഉടമ്പടിയിൽ ഏർപ്പെട്ടവന്റെ മക്കളാണ്. ഈ പരിച്ഛേദനയ്ക്ക് പകരമായിട്ടാണ് പുതിയ നിയമത്തിൽ സ്നാനമെന്ന കൂദാശ വന്നിട്ടുള്ളത്. കാരണം പഴയ നിയമത്തിൽ പരിച്ഛേദന ആൺകുട്ടികൾക്ക് മാത്രമേ കൊടുക്കാനാവുകയുള്ളൂ. യഹൂദ നിയമപ്രകാരം സഭയിൽ അംഗത്വം വാസ്തവത്തിൽ പഴയ നിയമത്തിൽ പുരുഷനാണ്. സ്ത്രീ പുരുഷനോട് സംയോജിക്കപ്പെടുമ്പോൾ അവന്റെ ഭാഗമായിട്ട് തീർന്ന് സഭാംഗമായി അവൾ മാറ്റപ്പെടുന്നു എന്നൊരു അവസ്ഥ മാത്രമേ അന്ന് സ്ത്രീകൾക്കുള്ളൂ. എന്നാൽ പുതിയ നിയമത്തിൽ സ്ത്രീക്കും പുരുഷനുമെല്ലാം ക്രിസ്തുവിനോട് സംയോജിക്കപ്പെടണം. യേശുവിന്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കണം. അതുകൊണ്ടായിരിക്കണം പരിച്ഛേദന എന്ന കർമ്മം മാറി പുതിയ നിയമത്തിൽ സ്നാനം എന്ന കൂദാശ വരുന്നു. അത് സ്ത്രീക്കും പുരുഷനും ഒക്കെ സ്വീകരിക്കാൻ പറ്റും. സ്നാനത്തിനോ ഒരിക്കലും പ്രായപരിധി ഇവിടെ നിശ്ചയിച്ചിട്ടില്ല പുതിയ നിയമത്തിലും. അതുകൊണ്ടാണ് പുതിയ നിയമത്തിലും ശിശുക്കൾക്ക് സ്നാനം കൊടുക്കുന്നതിന്റെ കാരണം അതാണ്. സ്നാനത്തിന് പ്രായപരിധി ബൈബിളിലെങ്ങും നിശ്ചയിച്ചിട്ടില്ല. പരിച്ഛേദന 8-ാമത്തെ ദിവസം നൽകുന്നത് പോലെ തന്നെ ഇവിടെ വിശ്വാസികളുടെ, കാരണം യേശുക്രിസ്തുവുമായുള്ള ആ വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോഴാണ് ഒരു കുഞ്ഞ് ഇവിടെ ജനിക്കുന്നത്. ഒരു കുഞ്ഞിനെ ഉദരത്തിൽ വഹിച്ചുകൊണ്ട് അതിൻ്റെ അമ്മയുടെ പ്രാർത്ഥനയും അപ്പൻ്റെ പ്രാർത്ഥനയും എല്ലാം പരിശുദ്ധ ത്രിത്വത്തോടാണ്, ദൈവത്തോടാണ്. അപ്പോൾ ജനിക്കുമ്പോൾ തന്നെ യേശുവിനോടുള്ള ഒരു വൈകാരിക ബന്ധത്തിലാണ് കുഞ്ഞിൻ്റെ ജനനം. പിന്നെ എന്തിനാണ് സ്നാനം നൽകുന്നത്? സ്നാനം യേശുവിൻ്റെ മരണത്തോടും പുനരുത്ഥാനത്തോടും ഏകീഭവിക്കലാണ്. അതെല്ലാവരും വ്യക്തിപരമായി സ്വീകരിക്കേണ്ടതുകൊണ്ടാണ് വ്യക്തിപരമായി അവർക്കത് നൽകുന്നതും. എന്തായിരുന്നാലും ഈ പരിച്ഛേദനയും പുതുനിയമത്തെ സ്നാനവുമായി സഭാപിതാക്കന്മാരെ ബന്ധിപ്പിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഓർമ്മയിലിരിക്കട്ടെ. അപ്പം ഇന്ന് ഈ 17-ാം അധ്യായത്തിൽ യഹോവയും ഇസ്രായേലുമായുള്ള ഉഭയസമ്മതത്തിൻ്റെ ഉടമ്പടിയുടെ അടയാളമായ പരിച്ഛേദന എന്ന കർമ്മം ഇസ്രായേലിന് അബ്രാഹാം മുഖാന്തരം യഹോവയായ ദൈവം ഇവിടെ നൽകുകയാണ്. അത് ഇനി അവരുടെ തലമുറയായി അവരത് അനുവർത്തിച്ച് അവർ വരേണ്ടതാണ്. ദൈവം വാഗ്ദത്തം ചെയ്ത ഇസഹാക്കാണ് വാഗ്ദത്ത സന്തതി. ഇസ്മായേൽ അബ്രാഹാമിൻ്റെ മകനാണ്. പക്ഷേ അവന് വാഗ്ദത്ത സന്തതി അല്ല എന്നും നമ്മൾ മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ദൈവവുമായുള്ള നമ്മുടെ സമയത്തേക്കാൾ ഉപരി നമ്മൾ മുൻ അധ്യായങ്ങളിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി നമ്മൾ കാത്തിരിക്കുക. ഇസ്മായിലിന് ശേഷം 13 വർഷങ്ങൾക്ക് ശേഷമാണ് ദൈവം വീണ്ടും അബ്രാഹാമുമായി ഇടപെടുന്നതും തൻ്റെ വാഗ്ദത്തം അബ്രാഹാമിലൂടെ പൂർത്തീകരിക്കുവാൻ തക്കവണ്ണമുള്ള ക്രമീകരണം ദൈവം ചെയ്യുന്നു. ആയതുപോലെ ദൈവം നമ്മെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ആ വിളിക്ക് യോഗ്യമായ രീതിയിലെ വിശ്വാസത്തിൻ്റെ പൂർണ്ണതയിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ദൈവം നമ്മിലൂടെ പ്രവർത്തിക്കും. അതിനുവേണ്ടി നമ്മെ തന്നെ പൂർണ്ണമായി ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ഇനി 17-ാം അധ്യായം വായിച്ച് അതിൻ്റെ ആന്തരിക മർമ്മങ്ങളെ ഉൾക്കൊള്ളുവാൻ തക്കവണ്ണം നമുക്ക് ശ്രമിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അതിന് നമ്മെ സഹായിക്കുമാറാകട്ടെ.